ജമാഅത്തെ ഇസ്ലാമി വിവാദ പരാമർശത്തിൽ മുതിർന്ന നേതാവ് എ കെ ബാലനെ തള്ളാതെ CPIM. ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ പറയുന്നത് കലാപാഹ്വാനമല്ലെന്നാണ് LDF കൺവീനറും CPM കേന്ദ്ര കമ്മിറ്റി അംഗവുമായ TP രാമകൃഷ്ണന്റെ ന്യായീകരണം. എ കെ ബാലൻ വർഗീയതയ്ക്കെതിരെ ശക്തമായ നിലപാടെടുക്കുന്ന നേതാവാണെന്നും TP രാമകൃഷ്ണൻ 24-നോട് പറഞ്ഞു. പരാമർശവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിൽ നിന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഒഴിഞ്ഞുമാറി. പാർട്ടി പറയാനുള്ളത് പാർട്ടി പറയുമെന്നായിരുന്നു MV ഗോവിന്ദന്റെ മറുപടി. അതേസമയം പരാമർശം ശ്രദ്ധിച്ചിട്ടില്ല എന്നായിരുന്നു മന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ പ്രതികരണം. കേരളത്തിൽ കലാപം ഉണ്ടാകാതിരിക്കാൻ LDF ഭരണം വേണമെന്നും മുഹമ്മദ് റിയാസ് പ്രതികരിച്ചു. എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല, ഞാനത് ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷെ പൊതുവേ ഞാൻ പറയാം, പൊതുവേ വികസനം ജനങ്ങളിലെത്തിക്കാനും പൊതുരാഷ്ട്രീയം പൊതുവെ നല്ല സംവാദത്തോടു കൂടി അവതരിപ്പിച്ച് മുന്നോട്ട് പോകാനാണ് ഞങ്ങൾ തീരുമാനിച്ചത്. ദീപക് ധർമ്മടം കോഴിക്കോട്ട് വിവരങ്ങളുമായുണ്ട്. ദീപക്, ഈ UDF അധികാരത്തിൽ വന്നാൽ ആഭ്യന്തരം ഭരിക്കുക ജമാഅത്തെ ഇസ്ലാമി ആയിരിക്കും എന്ന എ കെ ബാലന്റെ പരാമർശത്തെ പാർട്ടി ഉൾക്കൊള്ളുകയാണോ? അതായത് പാർട്ടി പൂർണ്ണമായി പിന്തുണ നൽകുകയാണോ എ കെ ബാലന്? കാരണം TP രാമകൃഷ്ണൻ അതിനെ അനുകൂലിച്ച് സംസാരിക്കുന്നു. അതേസമയം ഒരു പ്രതികരണവും നടത്താതെ പോവുകയാണ് MV ഗോവിന്ദൻ ചെയ്തത്. അദ്ദേഹം പറഞ്ഞത് പാർട്ടി പറയാനുള്ളത് പാർട്ടി പറയുമെന്ന് മാത്രമാണ്. എങ്ങനെയാണ് CPM ഈ സമീപനങ്ങളെ, ഇത്തരം പ്രതികരണങ്ങളെ കാണുന്നത്? ഗോപികൃഷ്ണൻ, CPIM നേതൃതലത്തിൽ എ കെ ബാലൻ്റെ പരാമർശം വസ്തുതാപരമായ പരാമർശമാണ്. പക്ഷേ എന്നാൽ അത് അതിശയോക്തപരമായി പോയി എന്നുള്ളതാണ് വിലയിരുത്തൽ. LDF കൺവീനറും കേന്ദ്ര കമ്മിറ്റി അംഗവുമായ TP രാമകൃഷ്ണൻ നമ്മളോട് പറഞ്ഞത് എ കെ ബാലൻ കലാപത്തിന് ആഹ്വാനം ചെയ്യുന്ന ആളല്ല, മതവർഗീയതയ്ക്കെതിരെ ശക്തമായ നിലപാട് എടുക്കുന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കളിൽ ഒരാളാണ്. അദ്ദേഹം അത് ശക്തമായി പറയുന്ന ആളാണ്. ജമാഅത്ത് ഇസ്ലാമിക്കെതിരെ പറയുന്നത് എങ്ങനെയാണ് കലാപത്തിനുള്ള ആഹ്വാനമാകുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെ ഒരു സ്വതന്ത്ര പരാമർശം നടത്തി അതും ഈ ആഭ്യന്തര വകുപ്പിലേക്ക് ജമാഅത്ത് ഇസ്ലാമി കൈകാര്യം ചെയ്യുന്ന അവസ്ഥയുണ്ടാകുമെന്നുള്ളത്. പക്ഷേ ആ ഒരു വസ്തുത നിലനിൽക്കുന്നുണ്ട്. ലീഗിൽ ഏറ്റവും സ്വാധീനം, ലീഗിനെ നയിക്കുന്നത് ജമാഅത്ത് ഇസ്ലാമിയാണ്. ജമാഅത്ത് ഇസ്ലാമിയും ലീഗും ചേർന്നാണ് കോൺഗ്രസിനെ നയിക്കുന്നത്. അത്തരമൊരു സാഹചര്യത്തിൽ ഇങ്ങനെയുള്ളൊരു പരാമർശം സ്വാഭാവികമാണ് എന്ന് പറഞ്ഞുകൊണ്ട് എ കെ ബാലൻ്റെ പരാമർശത്തെ, എന്നാൽ CPIM അത്തരത്തിൽ ജമാഅത്ത് ഇസ്ലാമി ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യും എന്ന് പറഞ്ഞിട്ടുമില്ല എന്നുള്ളതാണ് TP രാമകൃഷ്ണ പ്രതികരണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.